ഈ ഏരിയ മുഴുവൻ ഫുള്ള് സെറ്റ് ആയില്ലേ? ഇപ്പൊ ആ അഴുക്കും കാര്യങ്ങളും എല്ലാം പോയി, കുണ്ടും കുഴിയും എല്ലാം പോയല്ലേ? ആ ഇന്റർലോക്ക് ഇട്ട് കിടുക്കാച്ചായി കളഞ്ഞു. ആ കനാല് നല്ല വൃത്തിയാക്കിയല്ലോ അവന്മാര്. കനാലും വൃത്തിയാക്കി. ഇവിടെ എപ്പോഴും വെള്ളം കയറുമ്പോ പോകുന്ന സ്ഥലങ്ങളായിരുന്നു. അതെല്ലേ? അത് കാരണം അവര് റെഡിയാക്കി എടുത്തു. നമ്മുടെ മധ്യ കേന്ദ്രത്തിലോട്ടൊന്ന് കാണിച്ചേ, എല്ലാരും ഒന്ന് കാണട്ടെ. എന്റെ അമ്മച്ചി, ശനിയാഴ്ചത്തെ തിരക്ക് കണ്ടാ ഗായ്സ്. എത്ര നേരം കയറി തിരക്ക് താങ്കൾ കണ്ടല്ലോ. അതിലൊരു അത്ഭുതവും വേണ്ടല്ലേ? കാരണം ഇന്ന് ശനിയാഴ്ചയാണ്, അതിന്റെ പൊടി പൂരമാണ് നിങ്ങളിപ്പോ കണ്ടത്. ബാക്കി പൂരം ഞങ്ങൾ നേരിട്ട് കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ ഗൈസ്. ചെള്ളയാണല്ലോ കംപ്ലീറ്റ്. മിസ്റ്റർ ട്രങ്കജി, ഇവിടെ വേണേ നമുക്ക് ലോക്കലിൽ കയറി നിൽക്കാലോ. എന്താ പറയുന്നത്? സമയം എടുക്കുമല്ലേ? എന്താണ് ട്രങ്കജി ബ്ലാക്ക് ആൻഡ് ഗോൾഡിലിട്ട് നോട്ടമൊക്കെ നമ്മൾ എടുത്തതാണോ? 1848 ഏതോ വേണ്ട, കൊള്ളൂല. അതുകൊണ്ടാണ് പേഴ്സണലി ഞാൻ അറിയില്ല, ഞാൻ ഒറ്റയ്ക്ക് അടിച്ച് പാമ്പായ സാധനമാണ്. കാരണം വേറെ ഇനി എടുക്കേണ്ട ആവശ്യമില്ല. സോ ഗായ്സ്, അപ്പം നമ്മൾ ഇത്രയും നോക്കി. അതിനകത്ത് കഴിക്കാത്തൊരു ഐറ്റം എന്താ? ഈ ഇരിക്കുന്ന ഐറ്റം നൈറ്റ് ഔൾ എന്ന് പറഞ്ഞ ക്ലാസിക് റമ്മാണ്. 308 രൂപയേ ഉള്ളൂ. മിസ്റ്റർ അങ്ങനെ 308 രൂപയെന്ന് ലേബലിലുണ്ട്, പക്ഷേ ഇവിടെ 550 രൂപ എഴുതിയിരിക്കുന്നത്. അതെന്താ? ഇതിൽ 350 അല്ല, ഇവിടെ 330 രൂപയല്ലേ ഉള്ളൂ. അതെ, എടുക്കാം അല്ലേ? ഇതേതോ ഈ ബിയർ 100 അതെ അല്ലേ? ആ 100 പുതിയ നമ്മളിവിടെ വന്നിട്ടുണ്ടോ അതിന് മുമ്പ്? ആംസ്റ്റല്. അതെ. സോ ഗായ്സ്, നമ്മുടെ കൺസ്യൂമർ ഫെഡിൽ, നമ്മുടെ സ്വന്തം ചുങ്കത്തെ കൺസ്യൂമർ ഫെഡിലാണ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ എന്നിരുന്നാലും ഇന്ന് നമ്മൾ കഴിക്കാത്തതായിട്ട് ഇവിടെ ഒരുപാട് ബ്രാൻഡുകൾ ഒന്നും തന്നെ ഇല്ല. കാരണം നമ്മുടെ വൈൻ സെഗ്മെന്റിലോട്ട് നമ്മൾ കടക്കുന്നില്ല. വോഡ്കാസ് നമ്മൾ മോസ്റ്റ് പ്രോബബ്ലി എല്ലാം നമ്മൾ കഴിച്ചതാണ്. അപ്പോൾ എന്നിരുന്നാലും ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോണത് ഏതായാലും ദാ ജോളി റോജ്. ഒരു ട്രേഡ് മാർക്ക് സാധനമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വളരെ പോപ്പുലാരിറ്റി ഉള്ളതും വളരെയധികം ഫാൻ ബേസ് ഉള്ളതുമായിട്ടുള്ളൊരു കാറ്റഗറി റമ്മാണ് ജോളി റോജ്. സോ വിൽ ഗോ ഫോർ ജോളി റോജ് ദിസ് നൈറ്റ്. അപ്പോൾ സാധനം മേടിച്ചില്ല, കയ്യിലോട്ട് എടുത്തതേ ഉള്ളൂ. ഇനി ബാക്കി കാര്യങ്ങൾ ട്രങ്കജി വേറെ വല്ലതും മേടിക്കാൻ ഉദ്ദേശമുണ്ടോ? എടോ അത് ഏതോ വൈറ്റ് മിസ്റ്റിഫ് ആണ്, അതോ മാജിക് മൊമെന്റ്സിന്റെ പ്ലെയിൻ ആണല്ലേ? ഓക്കെ. അപ്പൊ ഗായ്സ്, നമ്മുടെ കമ്പനിക്കാരൻ നമ്മൾ സജ്ജമാക്കി കഴിഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. സ്റ്റേ ട്യൂൺ. കമ്പനിക്കാരെല്ലാം സജ്ജം അല്ലേ മിസ്റ്റർ ട്രങ്കജി? ഹാപ്പി ആയല്ലേ? സോ ഹാപ്പി. പുറത്ത് നിൽക്കുന്നവരൊക്കെ ഹാപ്പി ആവാൻ പോകുന്നതേ ഉള്ളായിരിക്കും അല്ലേ? സാധനം കൈ കെട്ടി കഴിയുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം വരുന്നത്. ഇവിടെ ടച്ചിങ്സ് ചേട്ടനുണ്ട്, പക്ഷേ ഈ കയ്യിൽ പൈസ ഇല്ല, ATM കയറണം. അതുകൊണ്ട് ഇന്ന് ഇവിടുന്ന് മേടിക്കുന്നില്ല. നമുക്ക് റൂമിലിരിക്കണം, റൂമിന്റെ കോമ്പൗണ്ടിൽ നിന്ന് അടിക്കണം, റൂമിലിട്ടിരിക്കുന്ന വണ്ടിക്കന്ന് അടിക്കണം. കുറെ നാളായില്ലേ വണ്ടിക്കകത്തിരുന്ന് അടിച്ചിട്ട്? എന്തായാലും കുപ്പി മേടിച്ച ടച്ചിങ്സ് ഇല്ലാത്തൊരു കളിയില്ല, നിങ്ങൾക്ക് അറിയാം. ഈവൻ ബിയർ ആണെങ്കിൽ പോലും നമ്മൾ ടച്ചിങ്സ് വെച്ച് അടിക്കാറുള്ളൂ. അതെ, അപ്പോൾ നമ്മൾ ടച്ചിങ്സ് മേടിക്കാൻ നമ്മുടെ ഫേവറേറ്റ് കടയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. സോ ഇനി ടച്ചിങ്സ് മേടിച്ചത് ബാക്കി യാത്ര തുടരാം അല്ലേ മിസ്റ്റർ ട്രങ്കജി? ഓക്കെ. ഏത് മേടിക്കും? ഒക്കെ ഏതാ പുതിയ ഐറ്റംസ് ആണ്? സോഡ ഉണ്ടല്ലോ ഒന്നിന്റെ സോഡ. ഒന്നരയുടെ സോഡ വേണം. 1.5 മേടിക്കണം. ഈ മഴ ഇടയ്ക്ക് വെച്ച് പോകാൻ പറ്റത്തില്ല നമുക്ക്. ലേസ് നമ്മുടെ ലേസ് ഇല്ലല്ലേ? എന്നാൽ ഇതെടുക്കണോ? പുതിയ സാധനം എടുക്കും. എടുത്തു 2 മതിയാ? 5 ചെറിയ പാക്കാണ് അവിടെ. തുറന്ന് മേടിച്ചിട്ടേ എൻ്റെ അതെങ്ങാനും ചോകമാണെങ്കിലേ താൽക്കാലിക സംരക്ഷണത്തിന് വേണ്ടിയിട്ട്.
മഴ കൂടുതൽ വണ്ടി കയറുക. അപ്പൊ നമ്മൾ എത്തിയിരിക്കുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജ് ജംഗ്ഷനിലാണ്. സിഗ്നലാണ്. നമുക്ക് ലെഫ്റ്റിലോട്ട് പോകണം. നമ്മളെ ബീച്ചിന്റെ സൈഡിലേക്കുള്ള റൂട്ടിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. അവിടെയാണ് നമ്മുടെ റൂം. ഇത് ആക്ച്വലി താഴെ നമ്മുടെ SBIയുടെ ബാങ്കാണ്. അപ്പൊ അതിന്റെ മുകളിലാണ്, ഫസ്റ്റ് ഫ്ലോറിലാണ് ഇവരുടെ റൂമിലേക്ക് തന്നെ പോവുകയാണ്. പക്ഷെ നല്ല ആംബിയൻസ് ആണ് കേട്ടോ കാശ്. സീക്വൻസ് ഒക്കെ കിട്ടുകച്ചാണ്. റൂഫ് ടോപ്പ് ഒക്കെ ഉണ്ടല്ലോ അവിടെ. മഴ വീണോ? നമുക്കാണെങ്കിൽ ഇവിടുന്നൊക്കെ പൊളിക്കാറല്ലേ. നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. അതെ അതല്ലേ. ഓക്കെ നമ്മുടെ ഞങ്ങൾ എപ്പോഴും നിങ്ങളെ മിസ്സാക്കുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ എപ്പോഴും ചിലപ്പോഴൊക്കെ ഈ കാരണത്തിരുന്ന് കഴിക്കുന്ന ഒരു സീക്വൻസ് നിങ്ങളെ കാണിക്കാറില്ലേ? ആ സെയിം ഹോട്ടലിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട്, ഇതുവരെ ഹോട്ടൽ കാണിച്ചിട്ടില്ലല്ലോ MD ഡ്രങ്കൻജി എന്നൊക്കെ പറഞ്ഞ് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ദിസ് ഈസ് എ മൊമെന്റ് ഓഫ് ട്രൂത്ത്. നമ്മുടെ ഡ്രങ്കൻജി ഗ്ലാസ് സെറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് അല്ലേ? നമ്മുടെ കമ്പനിക്കാരന് നല്ല പോലെ കാണട്ടോ എല്ലാവരും. കണ്ടു എന്ന് ഡ്രങ്കൻജി നമ്മുടെ കമ്പനിക്കാരൻ ആ വെട്ടത്തോടൊന്ന് കാണിച്ചു കൊടുത്തേ. അതെ, ജോളി ചേച്ചിയാണ്. ജോളിയൊക്കെ കെട്ടിറങ്ങി പോയല്ലോ. യെസ്, അതെ. ആദ്യത്തെ കർത്തവ്യം എന്ന് പറയുന്നത് കുപ്പി പൊട്ടിക്കലല്ല ഡ്രങ്കനെ സംബന്ധിച്ചോളം. അതുപോലെ തന്നെ ഈ റൂമിന്റെ ഒരു വളരെയധികം വലിയ സ്പെഷ്യാലിറ്റികളുണ്ട്. എന്താണെന്ന് കാണണ്ടേ? ഞങ്ങളെ എപ്പോഴും ഇൻസ്പയർ ചെയ്യുന്ന, ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു ഘടകമാണ് ഇതാ ഈ സ്പോട്ട് ലൈറ്റ്. കണ്ടോ ഗൈസ്? പൊളിയല്ലേ ഡ്രങ്കൻജി? അതെ, വെള്ളമടിക്കാൻ വേണ്ടി തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് വെള്ളമടിക്കാൻ വേണ്ടി. ഇതിപ്പോ എന്ത് ആംബിയൻസ് അല്ലേ? പണി തുടങ്ങിക്കോളും മിസ്റ്റർ ഡ്രാഗൻ. എന്തോ തെറിച്ചൊക്കെ പോണുണ്ടോ ജോളി ചേച്ചി? അതിനെന്താ? തനിക്ക് അങ്ങനെ പലതും തോന്നും കേട്ടാ. ഫസ്റ്റിലോട്ട് മൈക്ക് പിടിക്കുള്ള സോഡ. എന്താണ്, പാമ്പാണോ ചീറ്റുന്നു? മുകളിലേക്ക് കേറിയില്ല ഒരുപാട്. അതെ, അതെ. ടച്ചിങ്സ് ലേസ് അല്ല, ചിപ്സിന്റെ പല പല വെറൈറ്റികളാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. പുതുമുഖനാണല്ലേ, പുതുമുഖൻ. അതെ, വെള്ളം അടിക്കുന്നതിനേക്കാൾ മുമ്പ് ടച്ചിങ്സ് അടിക്കണം. അതാണ് നമ്മുടെ ശാസ്ത്രം. സെയിമാണ്. എപ്പടി ടൊമാറ്റോ? അതെ, നമുക്ക് എരിവോട് ഇവനെ പിടിപ്പിച്ചാലോ? കമോൺ. അപ്പോൾ അംഗം തുടങ്ങാം ഡ്രാഗൻജി. And guys, the first cheers of the night is here with Mr. Dragonji. Cheers. And cheers to you all. എങ്ങനെയുണ്ട് മിസ്റ്റർ ഡ്രാഗൻ? ശരിയാണല്ലോ. നമ്മുടെ ലേസുകൾ തന്നെ എടുക്കും. സത്യത്തിൽ ഭയങ്കര കുറച്ചുകൂടി എരിവുണ്ട്. എരിവ് പിരി വന്നു കൊള്ളാം. പക്ഷെ അത്രയും ക്വാളിറ്റി ഇല്ല, മധുരമില്ല.
സംഗതി കൊള്ളാം. പക്ഷെ നമ്മുടെ ലൈസിന്റെ ക്രീം എന്ന് പറയുമ്പോൾ അതിന് ഒത്തിരി മധുരമുണ്ട്. ഇതിന്റെ മധുരമില്ല. പക്ഷെ ബാക്കി കാര്യങ്ങളെല്ലാം ഡ്രാഗൺ പറഞ്ഞ പോലെ സെയിം ആണ്. സോ ദാറ്റ്സ് റെഡിയായി ഇത്ര പെട്ടെന്ന്. ഓക്കെ, ലെറ്റ്സ് ഡു ദിസ് ഡ്യൂഡ്. സെക്കൻഡ് റൗണ്ട് മയക്കുപിടി. യെസ്, ചെറുത് ചെറുത് വെക്കണോ? ചെറുതാണ് ഇത് ഗ്ലാസിന്റെ പ്രത്യേകത. ഗ്ലാസ് രംഗജി ഒരു കാര്യം പറയട്ടെ, ഞാൻ പച്ചയായിട്ട് തന്നെ പറയും. മലയാളത്തിൽ പറയണം. മലയാളത്തിലെ പറയൂ. ഇതിനൊക്കെ മലയാളത്തിൽ പറഞ്ഞാലേ ഒരു പവർ വരത്തുള്ളൂ. ഓക്കെ. ചില തെണ്ടികൾക്ക് ഒരു ധാരണയും അവന്മാർ ഒരു വിചാരമുണ്ട്, നമ്മൾ ഏതാണ്ട് വെള്ളവടിയിൽ വെറും ശിശുക്കളാണെന്ന്. എടേ, വെള്ളവടിയിൽ ബിരുദം നേടാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞങ്ങൾ ഈ കാണിക്കുന്നത്, അല്ലേ രംഗജി? അതെ, നമ്മൾ വെള്ളമടിച്ച് അങ്ങ് ഭയങ്കര ബിരുദം പോലെ അല്ലെങ്കിൽ ഭയങ്കര കുടിക്കാൻ വേണ്ടി കുടികാരന്മാരാവാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞങ്ങൾ ഈ ചാനൽ കാണിക്കുന്നത്. ഞങ്ങൾ എന്തിനാണ് ഈ ചാനൽ, ഞങ്ങൾ പലവട്ടം പറഞ്ഞതാണ്. പല നമ്മുടെ സന്തോഷമുള്ള സ്നേഹമുള്ള സബ്സ്ക്രൈബേഴ്സും പറഞ്ഞു ഇതുപോലുള്ള നെഗറ്റീവ് കമന്റ്സിനൊന്നും ഒരു പുല്ലിന്റെ വില പോലും കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയും, കാരണം എന്നോട് ചൊറിയാമെന്ന് ഞാൻ തിരിച്ച് മാന്തുകയുള്ളൂ മക്കളെ, അല്ലെ ചിലപ്പോ കഥം കളയും, അത്രേ ഉള്ളൂ. അതൊക്കെ വേറെ കാര്യങ്ങളൊന്നുമല്ല. ഞങ്ങൾ ബിരുദം നേടാനോ അല്ലെങ്കിൽ വെള്ളവടിയിൽ അഗ്രഗണ്യന്മാരാവാനോ ഒന്നും ചെയ്യുന്ന ഒരു ചാനലല്ല. ഞങ്ങൾ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ കാണുക, ഇല്ലെങ്കിൽ ഗെറ്റ് ലോസ്റ്റ് എന്ന് ഞങ്ങൾ പറയും. സോ ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ ഒക്കത്തുള്ളൂ, ഞങ്ങൾ ഇങ്ങനെ ചെയ്യത്തുള്ളൂ. അത് കാണാൻ നിങ്ങൾക്ക് ഈ നെഗറ്റീവ് മാർക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ വേഗം പറഞ്ഞ് സ്ഥലം കാലിയാക്കിക്കോ, വേറെ എവിടെയെങ്കിലും പോയി ചേക്ക് അടിക്കോ. വി ഡോണ്ട് നീഡ് യു ഗൈസ്. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ തൊഴിൽ ജസ്റ്റ് റിവ്യൂ, ബേസിക് ഇൻഫർമേഷൻ, എന്റർടൈൻമെന്റ്, അത്രേ ഉള്ളൂ. അത് അടിച്ച് പൂസായി കാണിക്കുന്ന എന്റർടൈൻമെന്റ് കാണിക്കാൻ സൗകര്യമില്ല. ഞങ്ങളുടെ ഹെൽത്ത് കളഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരു തേങ്ങയ്ക്ക് നിൽക്കത്തുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുക, ഇല്ലെങ്കിൽ കാണാനുള്ള ബുദ്ധിയുള്ളവന്മാര്, കാണാൻ താല്പര്യമുള്ള എന്റർടൈൻമെന്റ് ആവശ്യമുള്ളവർക്ക് ഒരു മൂടിന് വേണ്ടിയിട്ട് കാണുന്നവര് അവർ കണ്ടോളും. ഞങ്ങൾ അവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാ. അല്ലാതെ കുടിച്ച് കൂത്താടി ഫുള്ള് കുപ്പിയും തീർത്ത് 30 മില്ലി അടിച്ചാലും 60 മില്ലി അടിച്ചാൽ എന്താവാനെന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കൊന്നും ആവത്തില്ല, അല്ലേടാ കഞ്ചി? നമ്മൾ എത്ര തവണയോട് പൈന്റ് മേടിച്ചിട്ട് പോലും അല്ലെങ്കിൽ ക്വാർട്ടർ മേടിച്ചിട്ട് പോലും നമ്മൾ ബാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ഫുള്ള് അടിച്ച് തീർക്കാൻ വേണ്ടി അല്ല നമ്മുടെ വീഡിയോയുടെ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ. അതെ, അതിമാരുടെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, ജസ്റ്റ് എന്റർടൈൻമെന്റ്. അല്ലാതെ വെള്ളമടിയിൽ ഒന്നും നമ്മൾ വേറെ കാണിക്കാറില്ല. എന്റർടൈൻമെന്റ് ഇല്ല, എൻകറേജ്മെന്റ് ഇല്ല, മോട്ടിവേഷൻ ഇല്ല, ഒന്നുമില്ല. പ്യുവർ എന്റർടൈൻമെന്റ് ആൻഡ് ഇൻഫോർമേഷൻ, ബേസിക് ഇൻഫോർമേഷൻ. അത് നിങ്ങൾക്ക് അറിയാം, അത്രേ ഉള്ളൂ നമ്മുടെ ചാനൽ. സോ അത് ഉൾക്കൊണ്ടുകൊണ്ട് കാണാൻ പറ്റുന്നവർ മാത്രം കണ്ടാൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ് മാൻ. അത്രേ ഞങ്ങൾ പറയുള്ളൂ, അല്ലെ മിസ്റ്റർ? അപ്പോൾ അതെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ റിവ്യൂയിലേക്ക് നമുക്ക് കിടക്കാം. നമ്മുടെ ജോളി റോജർ എന്ന് പറയുന്ന ആ ഒരു ഹൈലി പോപ്പുലർ ആയിട്ടുള്ള ഒരു റമ്മിന്റെ റിവ്യൂ. That's it. It's time for the initial nosing. ജോളിയാണ്, റമ്മാണ്, നിങ്ങൾക്ക് അറിയാം, അല്ല അറിയാമായിരിക്കാം. എന്നിരുന്നാലും the review is here. നമ്മുടെ ബേസിക് റമ്മിന്റെ ആ ഒരു കാരമൽ ടെക്സ്ചറാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നല്ലൊരു സ്വീറ്റ്നെസ് ആണ്. സ്വീറ്റ്നെസ് പറഞ്ഞാൽ ആ മധുരത്തിന്റെ ഒരു മണമാണ് നമുക്ക് അടിച്ചിരിക്കുന്നത്. നല്ല ഫേവറേറ്റ് ആണ്. എനിക്ക് ശരിക്കും ഇഷ്ടമായിരുന്നു സ്മെൽ. ഞാൻ കഴിച്ചിട്ടുണ്ട് ജോളി റോജർ ഇതിനു മുമ്പ്. നമ്മുടെ ചാനലിൽ ഒരു വട്ടം പണ്ടപ്പോഴും ഇതോളം വന്നിട്ടുണ്ട്. അപ്പൊ ആ ലിങ്ക് ഞാൻ തരാം, എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. എന്നിരുന്നാലും ബേസിക് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ വളരെ മൈൽഡ് മണമാണ്, മനസ്സിലായി? വളരെ മൈൽഡ് ആയിട്ടുള്ള നോസിംഗ് ആണ്. അല്ല ഹാർഷ് ആയിട്ടുള്ള ഇടിച്ചു കയറുന്ന മണവും കാര്യങ്ങളും ഒന്നുമില്ല. നല്ല നമുക്ക് ഇഷ്ടപ്പെടും. കുടിക്കുന്നവരുടെ കാര്യമായിട്ടാ പറയുന്നത് കേട്ടോ. സിമ്പിൾ. ആ ഒരു അല്ല, ഒരു ഫ്രൂട്ട്സിന്റെയും ബ്രാൻഡിന്റെ ഫ്രൂട്ട്സ് അല്ല, ഇപ്പൊ ഡ്രങ്കൻ കുറേ ചിരിക്കുന്നുണ്ടേ. അപ്പൊ എന്തെന്നറിയാൻ പറയാം, ആ കാരമലിന്റെ ഒക്കെ ഒരു ഫീലാണ്, നല്ലൊരു പ്ലസന്റ് ഫീലാണ് നമുക്ക് കിട്ടുക. അപ്പൊ എന്തെങ്കിലും നമുക്ക് ടേസ്റ്റിലേക്ക് കിടക്കാം. നല്ലൊരു സ്വീറ്റ് ഫ്ലേവർ ഉണ്ട്. കാരണം അധികം ഒരു എക്സ്പ്ലോഷനും കാര്യങ്ങളൊന്നും ഇല്ല, ഇൻഫ്ലമേഷനും കാര്യങ്ങളൊന്നും ഇല്ല. നല്ലൊരു സ്വീറ്റ്നെസ് ഉണ്ട്. അതെ, ആ ഒരു മധുരമാണ് എനിക്ക് ഫീൽ ആവുന്ന പോലെ. ചെറിയ എവിടേക്ക് ഒരു ബേസിക് നോട്ട് ആയിട്ട് ഒരു കാരമൽ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. ബട്ട് പ്രധാനമായിട്ട് എടുത്തിരിക്കുന്നത് ആ ഒരു മധുരമാണ്, ആ സ്വീറ്റ് നോട്ടാണ് എനിക്ക് ഫീൽ ആവുന്നത്. വളരെ മൈൽഡ് ആണ്. ഞാൻ നോസിംഗിൽ പറഞ്ഞ പോലെ തന്നെ അധികം കട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ല, നല്ല സ്മൂത്ത് ആണ്. ഇപ്പൊ നോക്കിയപ്പോ ചെറിയൊരു സ്പൈസിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. വായിൽ ചെറിയൊരു എരിവ് പോലെ ചെറിയൊരു ഫീൽ വരുന്നു. വലിയ ഹാർഷ് ആയിട്ടൊന്നുമല്ല, നല്ല സുഖമായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു സൂപ്പർ ക്വാളിറ്റി റമ്മാണ് ജോളി റോജർ. ഇത് വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്, നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അപ്പൊ എന്നിരുന്നാലും ഇത് കഴിക്കാൻ പറ്റിയത് വളരെയധികം സന്തോഷം. സോ ചിയേഴ്സ് ടു ലോറിയാരി അല്ല, ചിയേഴ്സ് ടു ജോളി റോജർ റം. നമുക്ക് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. കൂടുതലല്ല, ബേസിക് കാര്യങ്ങളൊന്നും തന്നെ ഞാൻ പറഞ്ഞിട്ടില്ല.
അപ്പൊ in the meantime I am gonna add some soda to this Jolly ചേച്ചി. Yo. ഇപ്പഴാ മറ്റന്മാരുടെ ഇതൊക്കെ മനസ്സിൽ പോകുന്നു. എടാ ഞങ്ങൾക്ക് തോന്നുന്ന പോലെ ഞങ്ങൾ വെള്ളം അടിക്കണം. നിനക്കൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ കണ്ടാ മതിയോ. എന്നെ കൊണ്ട് നോക്കാക്കല്ലേ, തറയാക്കല്ലേ. മദ്യപാനി വലിയ ഐറ്റം കാര്യങ്ങളൊന്നും ഇല്ല. തറയുടെ അപ്പുറം തറ റങ്കൻ അറിയാം അല്ലേ? തറയായ വെറും തറയാവും ഞാൻ. ഊതറ ബാലാർത്തി പറയാൻ പോകും. നീറ്റായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഇപ്പൊ പറയും ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. നീറ്റായിട്ട് കഴിക്കാം. സൂപ്പർ ടേസ്റ്റ്, സൂപ്പർ സ്മെൽ, ഹൈ ക്വാളിറ്റി. The name is Jolly Roger. That's it. അതുപോലെ തന്നെ ഇപ്പൊ വേറൊരു ദിവ്യ കാഴ്ച കാണാൻ ഡ്രങ്കന്റെ ഏറ്റവും ഇഷ്ടമായ വിഭവം പട്ടാണി അല്ല കടല അല്ലെ? അതെ, ഇത് വിട്ടേക്കാൻ ഡ്രങ്കന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുതിരയാണ്. മുതിരയും കിതിരയൊക്കെ പോലെ നട്ട്സ് കഴിച്ചടിക്കാനുണ്ട്. ഭയങ്കര ഇഷ്ടമുള്ളത് എനിക്ക് എപ്പോഴും. അതെ, ഡ്രങ്കനെ തന്നെ നോക്കി നിന്ന് വെള്ളമടിക്കുന്നു. ഞാൻ ആരാണ് എന്നുള്ള ആ ഒരു ചോദ്യമാണ് ഡ്രങ്കന്റെ മനസ്സിൽ. ഞാൻ കുടിക്കാൻ വേണ്ടി പിറന്നവനാണോ, ഇവൻ എന്നെ കുറിച്ചാണോ നേരത്തെ പറഞ്ഞത് എന്നൊക്കെയാണ് ഡ്രങ്കൻ ഇപ്പൊ ചിന്തിക്കുന്നത്. സത്യം പറയൂ, താൻ കുടിക്കാൻ വേണ്ടി ജനിച്ചവനാണോ? ആണോ? ആണല്ലേ? അതെ. പിന്നെ അവന്മാരിപ്പോ വെല്ലുവിളിച്ചെന്ന് പറഞ്ഞോണ്ട് നമ്മളാണ് എന്താണ് വീടുന്നില്ലേ? മദ്യദൈവം കോപിച്ചോ? ഇല്ല. ഓഹോ, എന്നെ ടെക്നിക്കിനകത്ത് പെടുത്തുണ്ടാ കുറച്ച് ഒഴിക്കാവുള്ളൂ. ചേച്ചി കൊട്ടി പോവല്ലേ? നല്ലൊരു ബോട്ടിലല്ലോ, കാണാനും നല്ല ഭംഗിയുള്ള. അപ്പൊ മിസ്റ്റർ ഡ്രാഗൻ ജി, നമ്മുടെ ബോട്ടിലിനെ കുറിച്ച് താങ്കൾ ഒന്ന് പറഞ്ഞു കൊടുക്കുക. അതെ, അപ്പോൾ ഗായ്സ് ഇന്നൊരു ചെറിയ സ്പെഷ്യാലിറ്റി നമ്മുടെ ഡ്രാഗൻ ജി ആണ് നമ്മുടെ ജോളി ചേച്ചിനെ ചെറിയ രീതിയിൽ പരിചയപ്പെടുത്തി കൊടുക്കുക. ഓക്കെ മിസ്റ്റർ ഡ്രാഗൻ ജി, താങ്കൾ ജോളി ചേച്ചിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. ജോളി ചേച്ചി നമ്മൾ സാധാരണക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു റമ്മാണ്. അതെ, ഇതുണ്ട്, ഇതിന്റെ പൈന്റ് ഉണ്ട്, അരയുണ്ടെന്ന് തോന്നുന്നു. അരയും കണ്ടില്ല. അതെ, വളരെ ചീപ്പാണല്ലോ, അഫോർഡബിൾ ആണ്. പക്ഷെ അതെല്ലാം ഡ്രാഗൻ ചെയ്തത് ക്വാളിറ്റി എന്ന് പറഞ്ഞാല് വില കുറവാണെങ്കിലും നല്ല അടിപൊളി പ്രീമിയം സാധനം കഴിക്കാം. അതാണ് ജോളി റോജറിന്റെ പ്രത്യേകത. അത് വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളിന് 970 രൂപ. 970 രൂപ. കൂടിയാണെന്ന് തോന്നുന്നു ഈ അടുത്ത്. അതെ, ഇപ്പൊ ഈ സ്ട്രൈക്ക് ഒക്കെ കഴിഞ്ഞപ്പോ പ്രൈസ് കൂടിയല്ലോ. അതാണ്. ഇതിന്റെ ആൽക്കഹോൾ കണ്ടന്റ് എന്ന് പറയുന്നത് 42.86% വരുന്നുണ്ട്. 86%. ചില്ല് കുപ്പി, അതാണ് പ്രധാനപ്പെട്ട കാര്യം അല്ലേ? ഇനിയിപ്പോ എല്ലാം ചില്ലിലേക്ക് ആക്കുവാന്ന് പറയുന്നത്. അതെ അതെ, ആ പ്ലാസ്റ്റിക് എല്ലാം അതെ ക്യാൻസർ ഒക്കെ വരുമല്ലോ. അതെ, അപ്പൊ അതാണ് നമ്മുടെ ജോലിയുടെ മറ്റൊരു പ്രത്യേകത. അതെ, അതുപോലെ തന്നെ വിളിച്ചു വെച്ച കുറെ മനസ്സ് സമ്മതിക്കുന്നില്ല അല്ലേ? അതൊരു വലിയ കാര്യമായിട്ടോ താൻ പറഞ്ഞു. ഈ ലൈറ്റ് പൊളിയല്ലോ, നമുക്ക് എപ്പോഴും നമ്മൾ പറയും. ഞങ്ങളിവിടെ റൂമിൽ മറ്റുള്ള ലൈറ്റ്സുകളെല്ലാം ഓഫ് ചെയ്തിട്ടിരിക്കാം കേട്ടോ. നമുക്ക് ബാറിലെ ഒരു ആംബിയൻസ് കിട്ടണല്ലേ, നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ പ്രൈവറ്റ് ബാറിലെ നമ്മുടെ മറ്റേത്. അതൊന്നും നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞിട്ടില്ല. അതൊക്കെ ഭാവിയിൽ പറയും. ഞങ്ങളുടെ പ്രൈവറ്റ് ബാറിനെ കുറിച്ചൊക്കെ ഉള്ളതൊക്കെ നമുക്ക് ഭാവിയിൽ പറയാം അല്ലേ? അതിനൊക്കെ സമയമായിട്ടല്ലേ മിസ്റ്റർ ഡ്രാഗൻ? തീർച്ചയായിട്ടും. അങ്ങ് വാരി വാരി മിക്സ് ചെയ്ത് കടിക്കാൻ പോണേ. ഇങ്ങനെ പട്ടണി കടലയും ലൈസും കൂടെയാണ് രണ്ടും കൂടെ മിക്സ് ചെയ്തിരിക്കാൻ പോണോ ഡ്രാഗൻ? അതെ അതെ, സത്യമാണോ? അതിപ്പോ ഞായറാഴ്ച ആയിപ്പില്ല, അതുകൊണ്ടാണ്. അപ്പോ നമ്മുടെ ജോളി റോജറിനെ കുറിച്ച് ഈ മദ്യപാനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ അധികം ഒന്നും പറയാനില്ല. നമ്മുടെ ഡ്രങ്കൻ ജി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു കഴിഞ്ഞു. അപ്പോൾ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്റെ പെർസ്പെക്റ്റീവ്, ഈ ബോട്ടിൽ ഷേപ്പ് എനിക്ക് വളരെ താല്പര്യമാണ്, വളരെ ഇഷ്ടമാണ്. കാരണം നല്ലൊരു ഷേപ്പാണ്. ഗ്ലാസ് ബോട്ടിൽ എന്ന് ഡ്രങ്കൻ ജി പറഞ്ഞു. പിന്നെ അവിടെ JR എന്നുള്ള ജോളി റോജറിന്റെ എംബ്ലം മുദ്ര കുത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജമൈക്കൻ റമ്മാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ചിട്ടുണ്ടായിരുന്നു ജമൈക്കൻ മാജിക്, പൂപ്പള്ളി പോയി. അത് റമ്മായിരുന്നു. പക്ഷെ ഇത് ജമൈക്കൻ റമ്മയായിട്ട് മിക്സ് ചെയ്തിരിക്കുന്നത്, ബ്ലൻഡഡ് ആണ്. ബ്ലൻഡഡ് വിത്ത് ജമൈക്കൻ റം, സ്മൂത്ത് ആൻഡ് സ്ട്രോങ്. അതെ, ഞാൻ നേരത്തെ പറഞ്ഞു സ്മൂത്ത് ആണ്, വളരെയധികം സ്മൂത്ത് ആയിട്ടുള്ള റമ്മാണ്. നല്ല ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് എടുത്ത് പിടിപ്പിച്ചൊക്കെ ഡ്രങ്കൻ ജി. താങ്കൾ നേരത്തെ പറഞ്ഞല്ലേ വെച്ചോണ്ടിരിക്കാൻ പാടുപെട്ടെന്ന്. പാടില്ല, അതെ പാടില്ല. എടുത്ത് അടിച്ചോന്നേ. അതൊക്കെ എന്തോ കണ്ണാടിയിലെ ഡ്രങ്കനെ നോക്കണം, ഒത്തിരി വ്യത്യാസം. അച്ഛേ എന്റെ വകെ എന്നിട്ടാ.
ഈ മഴയുള്ള രാത്രിയിൽ ഞാൻ കവിത ഒന്ന് പറയാം കേട്ടോ. സോ ഈ മഴയുള്ള രാത്രിയിൽ, ഈ തണുപ്പുള്ള രാത്രിയിൽ നല്ല കട്ട റമ്മ് എന്ന് ഞാൻ പറഞ്ഞില്ല, നല്ല സുന്ദരമായ ഒരു റമ്മുമായിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക എന്ത് സുഖമാണ്. നിങ്ങൾക്കത് അറിയാം, കഴിക്കുന്നവർക്കറിയാം എന്ന് കരുതി എല്ലാവരും അങ്ങനെ കഴിക്കണമല്ല കേട്ടോ. മഴ പെയ്യുമ്പോൾ ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട്. ഒന്നുമില്ല, മൂടി പൊതിച്ചേർന്ന് ഉറങ്ങാൻ പറ്റുമല്ലോ. പ്രോത്സാഹനമല്ല. അതെ, പ്രോത്സാഹനമല്ല, ജസ്റ്റ് ഞങ്ങളുടെ കാര്യം ഞങ്ങൾ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ അതൊക്കെയാണ് എങ്ങനെ ആ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിയലി കൂൾ ആക്ച്വലി. അപ്പോൾ അതും സ്വന്തം നാട്ടില്. സോ അതിനുവേണ്ടി ഒരു പക്കാവട ലൈസ് പൊട്ടിച്ചോ. അതെന്തോ സാധനം? ഓഹോ, ഞാൻ അതിൽ നിന്ന് ഒരു പീസ് പോലും കഴിച്ചില്ല. ഇത്ര വേണ്ട തീർത്താണ് ഇതൊക്കെ ആണല്ലേ? ആ, അതിനൊരു ചെറിയൊരു എരിവ് വരും. നിങ്ങൾ ഒന്ന് നോക്കട്ടെ. എരിവും പുളിയൊക്കെ വരും. അതെ അല്ലേ? സത്യം പറഞ്ഞ ഇപ്പോഴാണ് ആ ഒരു നാളെ ടേസ്റ്റ് ചെയ്തത്. ചെറിയൊരു ഭയം മനസ്സിൽ. താഴെ കൊണ്ടുവന്നു. അതെ അതെ, സത്യമാണ്. പ്രത്യേകിച്ച് ഫുള്ളൊക്കെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ ടെൻഷനാ. കട്ടൻ ചായ ഒഴിച്ച് വെച്ചേക്കുന്നുണ്ടല്ലോ. അതെ, എങ്ങനെയാണ്? അതെനിക്കറിയാം. അത് ഡ്രങ്കിനോട് എന്ത് ചോദിച്ചാല് അടുത്തടി നിൽക്കാൻ ഡ്രങ്കിനോട് ചോദിച്ചാൽ വെള്ളമടിക്കണേ എന്ത് ചോദിച്ചാൽ ഡ്രങ്കിന് അതുമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് അറിയാം. അതെ, സംസാരത്തിന് സമയമില്ല. ഡ്രങ്കൻ നിങ്ങൾ ശ്രദ്ധിച്ചു, നിങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ട് ഡ്രങ്കൻജി എന്താണ് സൈലന്റ് ആയിട്ട്, ഡ്രങ്കൻജി എന്ത് സംസാരിക്കത്തില്ലെന്ന്. ഡ്രങ്കൻ വാ തുറക്കുന്ന എന്തിനാണ്? ഇത് അങ്ങോട്ട് കമർത്താനായിട്ട് അല്ലെ? ഒഴി അടി. അതാണ് ഡ്രങ്കൻ. നമ്മൾ WWE പറഞ്ഞില്ലേ, ജോൺസീനെ കൂടെ ബ്രോക്ലസ് എന്നുണ്ടെങ്കിൽ പറയൂലോ. സത്യമായിട്ട് മറന്നു പോയോണ്ട് കേട്ടോ, ഇതാണ് പ്രശ്നം. ആ, നമ്മുടെ ബ്രോക്ലസ് എന്ന് പറഞ്ഞില്ലേ, എന്താണ് എന്താ പറയല്ലോ, എന്ത് തേങ്ങയ്ക്ക് വേണ്ട പുല്ല്. അവരെന്തെങ്കിലും പറയട്ടല്ലേ? റബ്ബിലോട്ട് മൊത്തം ഉണ്ടായിപ്പാടും അല്ലെ? ചുമ്മാ നമ്മൾ പണ്ടൊക്കെ ഒരു സമയം വരെയൊക്കെ ഉണ്ടല്ലോ, നമ്മളതൊക്കെ വലിയ ആകാംക്ഷയുടെ വലിയ സത്യമാണ്. ഇടി ബ്ലഡൊക്കെ വരുമ്പോ പൊന്നോ ചോര വന്ന് എന്നിട്ടും അവൻ ജയിച്ച് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ആവേശമാണ്. പിന്നെ എല്ലാം അറിയുന്നതെല്ലാം തട്ടിപ്പാണെന്ന് അറിയോ? മനുഷ്യന്റെ കളിപ്പോൾ അത് കാണാൻ വേണ്ടി ഇവന്മാർ വന്ന് ഇരിക്കുന്നുണ്ടോ ലക്ഷക്കണക്കിന് ആൾക്കാർ. അവര് പക്ഷെ അറിയുന്നില്ല തട്ടിപ്പൊന്നും. മനസ്സിലായ? സത്യമാണ്, അത് മൊത്തമുണ്ടായപ്പോഴാണ്. ഒരു കാര്യം സത്യമില്ല. അവന്മാർ ഈ ഇടിക്കുന്ന ഇടിയില്ല, ആൾക്കാരുടെ മുമ്പ് ഇടിക്കുന്ന ഇടിയൊക്കെ നേരത്തെ റിഹേഴ്സൽ ചെയ്ത് പ്ലാൻ ചെയ്താണ് ചെയ്യുന്നില്ല. അവരിങ്ങനെ നിങ്ങൾ ട്രിപ്ലസിന്റെ വീഡിയോ എന്റെ സിഇ ഉണ്ടല്ലോ, ട്രിപ്ലസ് അണ്ടർ, അവന്റെ വീഡിയോ തന്നെ കാണുമ്പോൾ അറിയാം. അവരിങ്ങനെ റിങ്ങിലോട്ട് ഇങ്ങനെ എടുത്തിടും, എന്നിട്ട് അപ്പോഴേക്കും എടുത്തിടുന്നവൻ കുടുങ്ങിയേക്കും. അപ്പൊ ഇത് വന്ന് മറ്റേ എൽബോ ത്രസ്റ്റർ കൊടുക്കും. അതൊക്കെ പണ്ട് കാലം മുതലേ കാണുക. പക്ഷെ പണ്ട് നമ്മളെ തിരിച്ചറിയാനുള്ള ബുദ്ധിയില്ല അവർക്ക് അല്ലെ? ഇപ്പോഴാണ് അതെല്ലാം മനസ്സിലാക്കിയത്. പക്ഷെ ബാക്കിയെല്ലാം നോർമൽ കേട്ടോ. അതായത് വേറെല്ല, നമ്മുടെ ബോഡി ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ അതൊക്കെ പ്യൂർ ആണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ നമുക്ക് ജോലി കട്ടിയായിട്ട് വരും. ഫുഡ് കഴിക്കില്ലേ? അപ്പുറത്തെ തട്ടുകളാണല്ലോ അതേപോലെ. ഇരുട്ടായാലും പകൽ വെളിച്ചമായാലും ഡ്രങ്കൻജിക്ക് ഒരേ മൈലാണ്. പക്ഷെ ഡ്രാഗൺജി എനിക്ക് ഒഴിച്ചത് ഇത്തിരി കടുപ്പമായോ എന്നൊരു സംശയം. ക്ലാസ്സിൽ കണ്ടില്ലേ മറ്റേ ടക്കീല അടിക്കുന്നതാണ്. ടക്കീല എല്ലാ പോലെ ജോളി. രണ്ടും പെൺപിള്ളേരുടെ പേരാണ് ഇട്ടേക്കുന്നത്. ഷക്കീലയും സക്കീലയല്ല, ടക്കീലയും ജോളിയും രണ്ടും ഇടിവിട്ട സാധനങ്ങളാണ് അല്ലേ? പക്ഷെ ജോളി ഒരു രക്ഷയില്ലല്ലോ. അവൾ എവിടെയാണ് ഇപ്പൊ? ജോളി ചേച്ചി തന്റെ അടുത്താണെന്ന് തന്നെ പറയുന്നത്. അത്രേ ഉള്ളു.
നമ്മൾ തന്നെ ഇങ്ങനെ തിരക്കാൻ പോകും. അതെ, നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം. അത്രേ ഉള്ളൂ. അത് നമ്മൾ തട്ടിയില്ല. ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയല്ല. പക്ഷെ മദ്യം കഴിക്കേണ്ട രീതി കഴിക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണം ഉണ്ട്. ഒരുപാട് ഗുണം തരുന്ന വശങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഡോക്ടർമാർ വരെ പറയുന്നു നമ്മൾ കഴിക്കാൻ. അത് റമ്മ്, റംഗൻജി പറഞ്ഞത് വളരെ കാരണം. അത് റമ്മില് ഒരുപാട് ശരീരത്തിന് ഗുണം ചെയ്യുന്ന കണ്ടന്റ്സ് ഉണ്ട്. അതാണ് അതിനകത്ത് വസ്തുത. അപ്പൊ ഞാൻ പറഞ്ഞത് മെഡിസിൻ ആയിട്ട് അവർ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും. അല്ലെ? പിന്നെ 90 ml ഡെയിലി കഴിക്കാം. അത്രേ ഉള്ളൂ. 60 ml 260 രണ്ടല്ല ഒന്നാണല്ലോ. എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞത് എനിക്കറിയത്തില്ല. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പൊ എന്ന് ഞാൻ പറയുന്ന കാര്യത്തിലേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും മദ്യപിക്കാൻ വേണ്ടി ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുകയല്ല. അതിന്റെ ഗുണം നമ്മൾ പറഞ്ഞു തന്നു. വേറെ കേസുണ്ട്. മദ്യപാനം നിർത്താൻ പോകുന്നവരെ ഇങ്ങനെ ചെറിയൊരു ഇത് കൊടുത്താണ് കൊണ്ടുവന്ന് നിർത്തിക്കുന്നത്. അതെ, സത്യമാണ്. ഒരു ഇതാണ്. അതെന്താണെന്നറിയോ? നമ്മളിപ്പോ ഈ മദ്യപിക്കുന്നവർക്ക് പ്യൂർ ആൽക്കഹോൾസ് അവർക്ക് നമ്മൾ ഒറ്റയടിക്ക് നിർത്തി കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിന് പറ്റുന്നില്ല, അവർ ചത്തുപോയി, തട്ടിപ്പോകും. അപ്പോൾ മദ്യപാനികളെ അവരുടെ നമ്മുടെ ഈ മറ്റേ സിനിമ ഉണ്ടല്ലോ മെമ്മറീസ്, ഞാൻ ഉദാഹരണം പറയാണ്. മെമ്മറീസും പുത്തരായ ഭയങ്കര കുടിക്കാനായപ്പോ ആ വെള്ളം പിന്നെ യേശുവിട് ഏത് ട്രീറ്റ്മെന്റ് ആയാലും എവിടെയാണെന്ന് പറഞ്ഞാലും ആന്റി ഈ മദ്യപാനത്തിന്റെ ചികിത്സ ഡീഡിക്ഷൻ സെന്ററിൽ കൊടുക്കുന്ന ചികിത്സ എന്ന് പറഞ്ഞാൽ ഇതാണ്. മദ്യത്തിന്റെ ആദ്യം ഇപ്പോ ഒരു പൈന്റിന്റെ പകുതി കൊടുക്കും, അല്ലെ പൈന്റ് കൊടുക്കും. അങ്ങനെ കുറച്ച് ആൽക്കഹോളിന്റെ കണ്ടന്റ് കുറച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. നമ്മൾ പിന്നെ പുതുതായിട്ട് പറയുന്നതല്ല. പക്ഷെ ഞങ്ങൾ പറയേണ്ടത് ഈ ഫീൽഡ് ആയതുകൊണ്ട് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്, അല്ലെ? ഞങ്ങൾ വെള്ളം അടിക്കുന്നത് കൊണ്ട് നമുക്ക് കാണിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് കുറയ്ക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചികിത്സിക്കേണ്ട, ഏതെങ്കിലും ഡി അഡിക്ഷൻ സെന്ററിൽ പോവുക, പ്രോപ്പർ ചികിത്സ നേടുക. അപ്പൊ ഞങ്ങൾ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചേച്ചിയുടെ കാര്യമാണ് പറഞ്ഞു വന്നത്. അപ്പൊ മറ്റൊന്നുമല്ല, ആരോഗ്യപ്രദമായിട്ട് മദ്യപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഗുണം ഒരുപാടുണ്ട്, അല്ലെ? അത് ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ ഞങ്ങൾ ആരുമല്ല. ഞങ്ങൾ പറഞ്ഞ ആരും മദ്യപിക്കുകയും ചെയ്യും. അത്രേ ഉള്ളൂ. പിന്നെ എല്ലാവരും ആദ്യമായി ഡോക്ടറും പറഞ്ഞു ഇങ്ങനെ കഴിച്ചാൽ അങ്ങനെയാണ് വേങ്ങയാണ്. പക്ഷെ ഒരുപാട് ഗുണമുണ്ടോ നമ്മുടെ ചാനലുണ്ട്. എന്നറിയാം, മുഴുക്കുടിയും നമ്മുടെ ചാനൽ കണ്ടിട്ട് വളരെ മൈൽഡായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പലരും കമന്റിലൂടെ പറയുന്നുണ്ട്. അതാണ് വിജയം നമ്മുടെ. എല്ലാം തീർത്താ അത് മാത്രമേ എനിക്ക് ചോദിച്ചുള്ളൂ. അങ്ങനെ ചെയ്യും. താങ്കൾ പാപ്പന് പോയതല്ലേ? പാപ്പൻ വളത്തിന് പോയില്ലേ? സത്യമാണോ? വല്ല ബാറിലാണോ പോയത്? നീ വേറെ അടിക്കുന്ന അതെ. അപ്പൊ പാപ്പൻ എങ്ങനെയുണ്ട് മിസ്റ്റർ അങ്ങനെ ചെയ്യും? ആക്ഷൻ പടമാണല്ലേ? അതെ, പോകണ്ടായിരുന്നു. ജോഷിയുടെ ഡയറക്ഷനും സുരേഷ് ഗോപിയുടെ മരണമാസം. അതെ അല്ലേ? പടക്കം പടം കാണണം. അടുത്ത ആഴ്ചയെങ്കിലും പോയി കാണും. ഈ ആഴ്ച മിസ്സായ പോയിടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല ഇവിടെ പോയിട്ടുണ്ട്. അല്ല, കാണുവാണെങ്കിൽ അറ്റ്മോസ്ഫിയർ കാണും. അതല്ലേ, കാണുവാണെങ്കിൽ ഇപ്പൊ അറ്റ്മോസ്ഫിയർ കണ്ടില്ലെങ്കിൽ ആ ഒരു പഞ്ച് കിട്ടത്തില്ല, അല്ലേ? അതെ, അതാണ് ഗൈസ് പറഞ്ഞു വരുന്നത്. ഞാനിപ്പോ എല്ലാവർക്കും വേണ്ടി പറയുന്നില്ല, എന്റെ ഒരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ കേട്ടോ ഗൈസ്. മിസ്റ്റർ ഡ്രാഗൺ, താങ്കൾ എന്തിനാ എല്ലാരും ഡ്രാഗൺ എന്ന് വിളിക്കുന്നത്? താൻ തീ തുപ്പുമോ? ഞാൻ നേരത്തെ ചോദിച്ചു. മദ്യം ഇറക്കിയിട്ട് മദ്യം ഫ്ലെയിമബിൾ ആയിട്ട് തുപ്പു അല്ലേടോ? അതെ, മദ്യം തുപ്പിക്കളയാനാ. എന്താ നിങ്ങൾ ചെയ്യാൻ പാടില്ല ഒരു കാരണവശാലും. അങ്ങനെ വന്നെങ്കിൽ യഥാർത്ഥ റോക്കി ബൈ ആവും കേട്ടാ. അത് സത്യമാണ്. മദ്യം വേസ്റ്റ് ആക്കാൻ ഞാൻ ഒഴിക്കുന്നില്ല. മദ്യമൊന്നല്ല, ഒരു സാധനവും വേസ്റ്റ് ആക്കാൻ പാടുള്ളതല്ല. കാശ് മുടക്കി മേടിക്കുന്നത് എന്തും കാശ് മുടക്കാത്തതാണെങ്കിൽ പോലും ഓരോന്നിന്റെ പുറയിലും ഒരു അധ്വാനമുണ്ട്, അല്ലേ ട്രാഗൻജി? നമ്മൾ അതിനെ പുച്ഛിക്കാൻ പാടില്ല, നിരസിക്കാൻ പാടില്ല, വേസ്റ്റ് ആക്കാൻ പാടില്ല. ഭക്ഷണം കിട്ടാതെ വലയുന്ന എല്ലും ഇതിന്റെ വാരിയിലൊക്കെ തെളിങ്ങി ചത്തു പോകുന്നുള്ള രീതിയിലുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നേരിട്ടല്ലെങ്കിൽ പോലും അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഭക്ഷണമൊക്കെ എന്ത് വരണോ, കല്യാണ വീട്ടിലും മറ്റിടത്തും മറിച്ചിടത്തും ഒക്കെ വേസ്റ്റ് ആക്കുന്നത്. ബാക്കി വരുന്നല്ലേ? അതെ, അതായിക്കോട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം അതേ ഉള്ളൂ. കാരണം അങ്ങനത്തെ കുഞ്ഞുങ്ങൾ, ജനിച്ചു വീണ കുഞ്ഞുങ്ങള് വിശപ്പിലേക്ക്, പോവർട്ടി, അതായത് ദാരിദ്ര്യത്തിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർക്കറിയില്ല അവർക്ക് മറ്റുള്ള കാര്യങ്ങളെ. അവർ നമ്മളൊക്കെ എന്തോരം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ കൊടുക്കുന്നു.
എന്നാൽ അവർക്കൊന്നും ജീവിതത്തിൽ പോലും ഒന്നും അറിയുക പോലും ഇല്ല അങ്ങനെ ഒരു ഭക്ഷണം ഉണ്ടെന്ന് പോലും അറിയണോ? ഇവിടെ അല്ല, ഇവിടെ ഉണ്ടോ. നമ്മുടെ ഇന്ത്യയിലും നമ്മുടെ കേരളത്തിലും ഉണ്ട് അതേപോലുള്ള. തനിക്ക് അറിയപ്പെടുള്ളൂ. ഈ പാവപ്പെട്ടവർക്കൊക്കെ എങ്ങനെ അറിയാൻ പറ്റും? ടി വി ഇല്ല, മൊബൈൽ ഇല്ല, ഒന്നുമില്ല. അവർക്ക് എങ്ങനെ അറിയാം ഇങ്ങനെയൊക്കെ ഭക്ഷണങ്ങളുണ്ട്? അവർക്കൊക്കെ വെറും ചോറ്, പയറ്, ചമ്മന്തി, ഇതൊക്കെയാണ് കുഞ്ഞുങ്ങള്. അവർക്ക് അതായത് മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർക്കൊന്നും അറിവില്ല. അത് സത്യസന്ധമായ കാര്യം. അത് സത്യസന്ധമായ കാര്യം. അത് മനസ്സിലാക്കണം. അത് നമ്മുടെ ഡ്രാഗൻ പറയുന്നത് വളരെയധികം സത്യമായിട്ടുള്ള കാര്യമാണ്. അസുഖങ്ങളില്ല. ഈ പുതിയ പുതിയ സാധനങ്ങൾ കണ്ടുപിടിച്ച് അവിടെ പോയി വാങ്ങിച്ച് അത് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് പല പല രോഗങ്ങൾ വരുന്നത്. തീർച്ചയായിട്ടും മറ്റുള്ള പോകുന്നു. അതെ, അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഡ്രാഗൻ ജി പറഞ്ഞത്. ഈ നമ്മൾ റോഡ് സൈഡിൽ കഴിക്കുന്ന പാണ്ടികൾ എന്നൊക്കെ നമ്മൾ പറയും. എനിക്കറിയില്ല, അറിയില്ല. ഈ ആമകളെ പിടിച്ച് കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവര് മഴയത്തും വെയിലത്തും കുഞ്ഞുങ്ങളവരെ ആ റോഡിലിട്ടാ വളർത്തുന്നു. സാരി ചിലപ്പോ ചുറ്റി അതിന്റെ അകത്ത് കിടന്നു ഒരു അസുഖമായിട്ട് പനിയായിട്ട് നമ്മൾ ആശുപത്രിയിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്. അതെ, സത്യമാണ്. ഒന്നിനെ കണ്ടിട്ടില്ല. പയ്യെന്നും പറഞ്ഞ ആ പിള്ളേര് പിറ്റേദിവസം ചെല്ലുമ്പോൾ അതുവഴി നടന്നു പോകുന്നത് അത്രേ ഉള്ളൂ. നമ്മുടെയൊക്കെ അവിടെ വീടുകളിലൊക്കെ ആണെങ്കിൽ അവസ്ഥ പിന്നെ ഫാസ്റ്റ് ഫുഡിന്റെ യുഗമല്ലേ ഇപ്പോ. നമ്മളാരെയും കുറ്റപ്പെടുത്തുന്നല്ലോ. സത്യം സത്യം പോലെ പറയാണ് അല്ലേ? എന്താ എവിടെയൊക്കെ കേൾക്കുന്നു? എന്തിനും ഫാസ്റ്റ് ഫുഡ് കഴിച്ച് വയറ് കംപ്ലൈന്റ്, വയറുവേദന, ഛർദില്, മരണം ഇതുവരെ നമ്മൾ കേൾക്കുന്നു. അതെ, അപ്പൊ നമ്മൾ ഒന്നിനെ കുറ്റം പറയില്ല. കാലം അതാണ് ഗായ്സ് പറയുന്നത്. ബിസിനസ് ആണ്. അതെ, അല്ലാതെ ആരുടെയും ഒരു കൂറില്ല ആർക്കും ആരോടും. നമ്മൾ ഒരാൾ വിചാരിച്ചൊന്നും ഒന്നും നേടാൻ പറ്റത്തില്ല. പക്ഷെ വികസിത രാജ്യം, ഡെവലപ്ഡ് കൺട്രീസ് നിങ്ങൾ നോക്കൂ. അവർ ലാഭം മാത്രമല്ല കൊടുക്കുന്ന ക്വാളിറ്റി ഓഫ് ഫുഡ്, അതാണ് അവരുടെ പ്രധാനം. പക്ഷെ നമ്മുടെ ഈ നശിച്ച ഇന്ത്യ കുറ്റം പറയില്ല. ഇന്ത്യയിലുള്ള നശിച്ച ചിന്താഗതിയുള്ള ആൾക്കാർ അവര് ബിസിനസ് മാത്രമേ നോക്കത്തുള്ളൂ. അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ നാട് നന്നാവാത്തത്. അല്ലേടോ? എല്ലാരും പറയാൻ അല്ല, എല്ലാരെയും പറയില്ല. ഞാൻ ഒന്നും പറയില്ല. ഒരു വിഭാഗം, എന്നാൽ ഒരു വലിയ 100% വരുന്ന തെണ്ടികൾ അങ്ങനെ പറയത്തുള്ളൂ. നമുക്ക് ഇന്നത്തെ വെള്ളവടി അധ്യായം തീർക്കണ്ടേ? അതെന്റെ ഫുഡ് കഴിക്കണ്ടേ? അതെ, അതെന്തോ കൊടുത്തില്ല. കാക്കയ്ക്കാ ആദ്യം കൊടുത്തില്ലെന്ന് അവസാനം കൊടുത്താൽ. അതെ, കുടിയന്മാരായ എന്താണ് പറയാ, ഉറുമിയർ, പിതൃക്കന്മാര്, കുടിയന്മാര് അവര്. ഞാൻ പണ്ടല്ല ഭാവിയിൽ എപ്പോഴും മരിക്കണം. ഞാൻ ഇപ്പോഴേ പറയും, എന്നെ അങ്ങനെ എന്റെ അമ്മ അടക്കുമ്പോ എനിക്ക് എന്റെ കൊണ്ടി കുപ്പി വേണം. എന്റെ കൊണ്ടി കുപ്പി വേണം. അത് അടക്കുമ്പോഴല്ല, ഇത് കർണാടകത്തില് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതെ, നമ്മുടെ വിശ്വാസം ആ ഒരു ആണ്ടിന് നമ്മൾ ചെയ്യുന്നത്. അന്നേരം കഴിക്കുന്നവരുണ്ടെങ്കിൽ നമ്മളൊരു ഗ്ലാസ് മദ്യം കൂടെ ഒഴിച്ചു വെക്കും, ഭക്ഷണം വെക്കാം, പിന്നെ അങ്ങനെ ചെയ്യും. എല്ലായിടത്തും ചെയ്യുന്ന രീതികളല്ല. പാടെ പേടിച്ചു പോയുള്ളൂ. താനിങ്ങനെ കഴിഞ്ഞു വെച്ചേ അപ്പുറത്തൊരു കൈ വന്ന കണ്ടോ? നോക്കിയേ, വിരല് നോക്കിയേ, പൊല്ല് പേടിച്ചു പോയി ഞാൻ. അപ്പൊ നമുക്ക് ഫൈനൽ സീരീസിലേക്ക് ഈ പൂർവികർക്ക് വേണ്ടിയിട്ട് ഒരടി. അപ്പോൾ ജോളി ചേച്ചി ഇത്രേ ആയിട്ടുള്ളൂ. ഇത്രയുമേ ആക്കാൻ ഞങ്ങൾക്ക് ഇപ്പൊ താല്പര്യമുള്ളൂ. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ജോളിയുമായിട്ട് സെക്കൻഡ് റൗണ്ട് മൽപ്പിടുത്തം നമ്മൾ അടുത്ത റൗണ്ട് വരുന്നതായിരിക്കും. അല്ലെ മിസ്റ്റർ ഡ്രാഗൻ ജി? ജോളിന്റെ നിലയ്ക്ക് നിർത്തണം. അപ്പോൾ ഇന്ന് ഇത്രയും മതി ജോളിനെ അടിച്ചത്. അപ്പൊ ഇന്നത്തെ ഫൈനൽ സീരീസിലേക്ക് നമ്മൾ അത്രേ ഉള്ളൂ. അതെ, അപ്പോൾ ജോളി ചേച്ചിയുടെ സെക്കൻഡ് പാർട്ടിലേക്ക് നമ്മൾ വളരെയധികം പൂർവാധികം ശക്തിയോടെ പോകുന്നതായിരിക്കും. This is just the beginning and this is just the first part of Jolly Roger, the excellent rum of a brand. Okay? അപ്പോൾ നമ്മുടെ ഫൈനൽ ചിയേഴ്സിലേക്ക് നമുക്ക് കടക്കാം. It's time for the final cheers of the night of this first part of Jolly Roger rum. അതെ, ജോളി മുത്തിന്റെ ഫസ്റ്റ് റൗണ്ട് സെഷൻ കഴിയുന്ന വീഡിയോ എന്റെയൊന്നുമില്ല, നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അല്ലെ? അപ്പോൾ വെള്ളമണി ഇവിടെ കഴിയുകയാണ്. So the final cheers of the night is here. Cheers. Calm cheers. Same time. അല്ലേ? Yes. അത് കാലി, ഇത് കാലി. ഓ, താങ്കൾ ലൈറ്റ് ഇതാണല്ലോ.
പക്ഷെ ജോലി അധികം ബുദ്ധിമുട്ടില്ലല്ലേ? കഴിക്കാൻ തോള ദോശ പിന്നെ ദോശ മാത്രമേ ഉള്ളൂ. കറിയോ? ചിക്കൻ ഉണ്ട്, ലിവർ ഉണ്ട്. തനിക്ക് ലിവർ. ചിക്കൻ എന്തൊക്കെയാണ്? ചിക്കൻ ഫ്രൈ ആണോ കറിയാണോ? ചിക്കൻ വരെ ചെറിയ പീസ്. ചെറിയ പീസ് ബോട്ടിയൊന്നുമില്ലല്ലോ. അല്ലല്ല. ഓക്കെ. അപ്പൊ ദോശ ഒരു ലിവറും ഒരു ചിക്കനും. നിങ്ങൾ ഒറ്റയ്ക്കാണ് നടത്തുന്നത്? അതെ. വേറെ ഐറ്റംസ് ഒന്നും കൊടുക്കാറില്ല ഇവിടെ? ഉണ്ടായിരുന്നു, മഴയൊക്കെ ആയതുകൊണ്ട് തീർന്നുപോയി. ലിവർ ചിക്കനാണോ ബീഫിനാണോ? ചിക്കൻ തന്നെ. എല്ലാം ചിക്കനും ഇവിടെയല്ലേ? മട്ടന്റെ ബോട്ടി ഉണ്ടായിരുന്നു. ആ, കഴിഞ്ഞു അല്ലേ? നമ്മൾ ബീഫിന്റെ ലിവറാണ് നമ്മുടെ ഹൈലൈറ്റ് എങ്കിലും ചിക്കന്റെ ലിവർ നമ്മൾ അധികം കണ്ടിട്ടില്ല. കൊച്ചിയിൽ കാണും, ബട്ട് നമ്മുടെ ആലപ്പയിൽ നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ ട്രൈ ചെയ്യാൻ പോകണം. ഇതിന്റെ മുതലാളി ഇതാ നിൽക്കുന്ന പുള്ളിക്കാരനാണ്. അപ്പൊ ഇത് കാണുമ്പോൾ ചെറിയൊരു തട്ടുകട മാത്രം, കുട്ടിക്കടയെന്ന് എനിക്ക് തോന്നും. പക്ഷേ ഇതൊരു മിനിയേച്ചർ മാത്രമാണ്. ഇവർക്ക് വലിയൊരു ഹോട്ടൽ അപ്പുറത്തുണ്ട്. അത് എനിക്കറിയില്ല. പക്ഷെ ഇവർ പറഞ്ഞപ്പോഴാണ് അപ്പൊ ഇവർ ചോദിച്ചു മറ്റെന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാനൊരു ബീഫ് റോസ്റ്റ് പറഞ്ഞു. അപ്പൊ ഇതിൽ പുള്ളിക്കാരൻ നമ്മുടെ ബ്രോ ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞു നമ്മുടെ ബിലാലിക്ക, നമ്മുടെ ബിഗ് ബിയിലെ അപ്പൊ ബിലാൽ ബ്രോ പറഞ്ഞു അവർ ആ ഹോട്ടലിൽ നിന്ന് എന്ത് വേണമെങ്കിലും ഇങ്ങോട്ട് എത്തിച്ചു തരുന്നത്. അപ്പൊ കൊണ്ടുവന്ന ബീഫ് റോസ്റ്റ് എന്താണ്? അതെ, ഒരു ബീഫ് കറി ഇവരുടെ മെയിൻ ഹോട്ടലിൽ നമുക്ക് വേണ്ടി കൊണ്ടു തന്നു. നമ്മളുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. അപ്പൊ എന്തിനാലും അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കഥകൾ. ബ്രോ നമ്മുടെ ദോശ തന്നില്ല. വേണ്ട, മുളക് വെച്ചേ. ഒരു പ്ലേറ്റ് കൂടെ. അല്ലല്ല, ഒരു പ്ലേറ്റ് കൂടെ. ഇത്തിരി മുളക് വെച്ചോ. നിപ്പടിയാണ് അല്ല, നിപ്പം കഴിക്കണം. നിശ്ചിതം ചെയ്യും. ഇതാ ഒരു ബീഫോടെ പിടിച്ചതെങ്കിൽ സുഖമായിരുന്നു.
ഏയ് പണി തുടങ്ങിക്കോളൂ. തുടങ്ങിയിട്ട് പറയാറ് അതെ അതാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡ്? ഫസ്റ്റ് തന്നെ ബേസിക് കാര്യങ്ങൾ. മുളക്, മിസ്റ്റർ ഡ്രാഗൻജി, താങ്കളുടെ ലിവർ എങ്ങനെയുണ്ട്? താങ്കളുടെ ലിവർ അല്ല, അതടിച്ചു പോയി കാണും. അതല്ല, ചിക്കന്റെ ലിവർ എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റിയാണ്. നല്ല ടേസ്റ്റാണ്. എങ്ങനെയുണ്ട്? പൊളി. സവോള ടോട്ടൽ കോമ്പിനേഷൻ അവിടെ അതല്ല, ഇതെല്ലാം കൂടെ ചേർത്ത് പിടിക്കാം. ഈ ഒരു ചിക്കൻ പീസ് കൊടുത്ത് എല്ലി കള എന്നിട്ട് മൊത്തം കഴിക്കുന്നു. പെപ്പറിന്റെ മണം പിടിച്ചു കയറും. നിങ്ങൾക്ക് അറിയണം, ഈ തട്ടുകടയിൽ നിന്ന് കഴിക്കുമ്പോഴുള്ള ഫീൽ എന്ന് പറയാം, നമ്മൾ എത്ര സ്റ്റാർ ഹോട്ടലിൽ പോലും കിട്ടൂല. അതൊരു വേറെ കാറ്റഗറിയാണ്.